വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നു. ന്യൂസിലൻഡാണ് എതിരാളികൾ. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 പോരാട്ടം. 15 അംഗ ടീമിൽ മലയാളി താരങ്ങളായ ആശാ ശോഭനയും സജന സജീവനും ഉൾപ്പെടുന്നുണ്ട്. ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ICC വിമൻസ് T20 വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങും. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രാദേശിക സമയം 6 മണിക്കാണ് മത്സരം. ശക്തരായ ന്യൂസിലാൻഡാണ് ഇന്ത്യയെ നേരിടുന്നത്. കരുത്തുറ്റ ടീമാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീമിൽ ഷെഫാലി വർമ്മ, സ്മൃതി മന്ദാന, ദീപ്തി ശർമ്മ തുടങ്ങിയവരുണ്ട്. ഇതോടൊപ്പം മലയാളികൾക്ക് അഭിമാനിക്കാം, 2 മലയാളി താരങ്ങൾ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആശാ ശോഭനയും സജന സജീവനും ടീമിന് കരുത്ത് പകരും. ഇപ്പോൾ നമ്മോടുകൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കൂടുതൽ വിശകലനം ചെയ്യാനായി മുതിർന്ന മാധ്യമപ്രവർത്തകനും ക്രിക്കറ്റ് നിരീക്ഷകനുമായ KR നായരുണ്ട്. സർ, എന്തൊക്കെയാണ് ഇന്നത്തെ കളിയുടെ പ്രതീക്ഷകൾ? ഇന്ത്യയുടെ കളി T20 എന്താണ് എപ്പോഴും ഓർത്തിരിക്കുക, മൊമെൻറ്റം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജയത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴുക്കായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ന്യൂസിലൻഡ് ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്താണ്, സബ് കോണ്ടിനെൻ്റ് കണ്ടീഷൻസ് ആണ്. ഇവിടെ കളിച്ച് നല്ല പരിചയമുണ്ട് ഇങ്ങനത്തെ കണ്ടീഷൻസിൽ. ന്യൂസിലൻഡിന് ഇങ്ങനത്തെ കണ്ടീഷൻസിൽ കളിച്ച് പരിചയമില്ല, നല്ല ചൂടുണ്ട്. സോ ഇത് ന്യൂസിലൻഡ് അഡാപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, അവർ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതി. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ടാലൻറ്റ് അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഇന്ത്യ ഒരു വിജയ തുടക്കം തന്നെയായിരിക്കും. സർ, 2 മലയാളി ടീമിന് കരുത്ത് പകരാനുണ്ട്. സാറിൻ്റെ പ്രതീക്ഷ എന്താണ്? ഈ മലയാളികളുടെ ഒരു പ്രതീക്ഷ എന്താണ്? മലയാളികൾ എന്തുകൊണ്ടും കേരളത്തിലുള്ളവർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, ഈ ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിലൊന്നും ഒരു മലയാളിയും എത്തത്തില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് മാറി മെൻസിലെത്തി. പക്ഷേ വിമനിൽ അങ്ങനെയല്ല. ആദ്യം തന്നെ വിമൻ കേരളത്തിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവർ 2 പേരും വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നു. ഒരാൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, വളരെ പ്രോമിസിങ് ആണ്. ഒരാൾ വയനാട്ടിൽ നിന്ന് പൊങ്ങി വന്നിരിക്കുകയാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് വേറൊരാൾ. എന്തൊരു ആ കോമ്പിനേഷനാണ്. അങ്ങനെ ഒരറ്റത്തു നിന്നും വേറൊരറ്റത്തു നിന്നും വന്നിട്ട് കളിക്കുക. പക്ഷേ അത് മാത്രമല്ല, ഇവർ ഈ ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് കളിക്കുകയാണ്. എപ്പോഴും മുമ്പോട്ട് പോകാൻ വഴിയുള്ളൂ. നമ്മുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം നമുക്ക് എക്സ്പോഷർ ഇല്ലായിരുന്നു എന്നുള്ളതല്ല. പക്ഷേ ഇന്ന് ആലോചിച്ച് നോക്കുക, ഇവർക്കൊക്കെ നല്ല എക്സ്പോഷറുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും കേരള താരങ്ങൾ ഇനിയും ഉണ്ടാകും, വേൾഡ് കപ്പ് കളിക്കും. സാർ, നമ്മൾ പിച്ച് കണ്ടീഷൻ, ദുബായിലെ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എത്ര സ്കോർ പറക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇന്നത്തെ മത്സരത്തിൽ? അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? പിച്ച് ഒരു കാര്യം ആലോചിക്കുക, ഇവിടുത്തെ പിച്ചൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ ബേസ് ആണെന്നുണ്ടെങ്കിലും സോയിൽ വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന്. അങ്ങനെയാണ് പല പിച്ചുകളും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സബ് കോണ്ടിനെൻ്റ് പിച്ചുകളാണ്. സ്പിൻ ഏരിയയിലാണെങ്കിൽ ഇന്ത്യക്ക് സ്ട്രെങ്ത് ഇല്ലേ? നല്ല സ്ട്രെങ്ത് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ കളിക്കുന്ന ബാറ്റ്സ്വുമൺ ആക്ച്വലി ബാറ്റേഴ്സ്, അവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. അവർക്കൊക്കെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിക്കുക, പിനക്കിൾ ഓഫ് ദ ടൂർണമെൻ്റാണ്. അത് ജയിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മനക്കരുത്ത് വേണം. സ്ത്രീകൾക്ക് സ്ത്രീ ഒരുമ്പെട്ടാൽ എന്ത് നടക്കും എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുമ്പെട്ട് ഇറങ്ങണം, അത് പ്രൂവ് ചെയ്യണം ഇന്ത്യൻ വിമൻസ്. സർ, വേറെ ക്വസ്റ്റ്യൻ കൂടെ, എത്ര സ്കോർ പറക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചാൻസ് എങ്ങനെയാണ്? വിന്നിങ് ചാൻസ് ആർക്ക് എങ്ങനെയാണ് കൂടുതലായിട്ട്? വിന്നിങ് ചാൻസ് ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ബാറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു 150-150 അടുപ്പിച്ചുള്ള സ്കോർ വരാണ്. പക്ഷേ ഞാനിപ്പോൾ നോക്കിയെടുത്തോളം ഇപ്പോൾ കളി അഗ്രസീവ് ബാറ്റിംഗ് കാണുന്നില്ല. അതെനിക്ക് കാണണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അഗ്രസീവ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അഗ്രസീവ് സ്കോർ പുഷ് ചെയ്യാനുള്ള എബിലിറ്റി കാണും. സ്കോർ ആദ്യം ബാറ്റ് ചെയ്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദ ഷോട്ട്സ്. അങ്ങനെ ചിന്തിക്കരുത്, ബിക്കോസ് താഴോട്ട് ലൈനപ്പ് ഉണ്ട്, നല്ല ബാറ്റ്സ് വിമൻ ഉണ്ട്. സോ സ്കോർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമാണ് ബൗൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കുക. പറഞ്ഞിരുന്നു അത് ഇന്നലെ ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞു, ഞങ്ങൾ എൻജോയ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്, ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കും. അവരെത്രത്തോളം എൻജോയ് ചെയ്യും, പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത്, അതുപോലെ ഇരിക്കും അങ്ങോട്ടുള്ള ഭാവി. താങ്ക് യു സാർ, ഒത്തിരി സന്തോഷം. ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.